പുലർച്ചെ കയറിയ വെള്ളം ഇന്നും ഇറങ്ങിയിട്ടില്ല. വളരെ ഒരടിയോളം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല. ഇവിടെ തെക്കേ ഗോപുര നടഭാഗത്ത് പൂർണ്ണമായും ഈ ആറന്മുള കണ്ണാടിയൊക്കെ വിൽക്കുന്ന കടകളും വീടുകളുമൊക്കെ ചേർന്നതാണ്. ഇവർ പക്ഷേ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പ്രളയത്തിന് ശേഷം ഇവരുടെ എല്ലാവരുടെയും വീടുകളിൽ ഒരു അത്യാവശ്യം നമ്മൾ ഒരു വെടിക്കുള്ള സാധനം എന്ന് പറയുന്നത് പോലെ ചെറിയ ചെറിയ വഞ്ചികൾ എല്ലാവരുടെയും വീട്ടിലുണ്ട്. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ വെള്ളം കയറി എന്ന് അറിയുക. ആ സമയത്ത് രക്ഷപ്പെടാനും മറ്റുമാണ് ഈ തരത്തിലുള്ള വഞ്ചികൾ ഈ ഭാഗത്തെ വീടുകളിൽ എല്ലാം വെച്ചിട്ടുണ്ട്. കൊച്ചു വഞ്ചിയാണ് ഇത്. ഒരു പ്രകാശൻ ചേട്ടൻ്റെ വീടാണ്. ഇത് എപ്പോഴത്തേക്ക് നമ്മൾ മേടിച്ച? ഇത് 2-3 തലമുറയായിട്ടിരിക്കുന്ന അച്ഛനെ വലിയച്ഛനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന. പണ്ടും വെള്ളം കയറുമായിരുന്നു. പണ്ട് തൊട്ട് വെള്ളം കയറും. 20 വെള്ളപ്പൊക്കം എൻ്റെ ഓർമ്മ കണ്ടിട്ടുണ്ട്. പിന്നെ അതിലെ വലിയ വെള്ളപ്പൊക്കം 18-ലാണ്. പിന്നെ അതിന് ശേഷമുള്ളതാണ് ഇപ്പോൾ ഉള്ള വെള്ളപ്പൊക്കം. ഇത് പിന്നെ എന്ത് വെച്ചിട്ടുള്ള? ഇത് തടി, ഇത് മാവ്. ഇത് ഒറ്റത്തടിയിൽ പണിതിരിക്കുന്ന. ഇതിപ്പം പല സമയത്തും ഇറക്കേണ്ടി വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഒരു വെള്ളം കയറുന്ന സമയത്ത് അകത്ത് വെള്ളം കയറിയാലും ഇതിൽ പെട്ടെന്ന് ഇറങ്ങാം. ഇപ്പം പ്രളയ സമയത്ത് ഏതുവരെ വെള്ളം കയറി ഇതിൻ്റെ പാരപ്പറ്റ മുട്ടി. പക്ഷേ ഇതുള്ളതുകൊണ്ട് ഇതിലിറങ്ങാം. ഇതിനകത്ത് മുങ്ങി ഇതിനകത്ത് ഇറക്കുമായിരുന്നു. ഇത് മുക്കി ഇറക്കി എന്നിട്ട് പിന്നെ ആളുകൾ അതിൽ കയറി കൊണ്ടുപോയി. അതായത് അകത്ത് വെള്ളം പെട്ടെന്ന് കയറിയാലും മറ്റൊരാളുടെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകാം. വീട്ടിൽ എത്ര പേരുണ്ട്? ഇവിടെ ഞാൻ, ഭാര്യ, പിന്നെ അമ്മ, പിന്നെ മോനെ, മോള്. അവരെ ഇതിലേക്ക് പങ്കായൊക്കെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇത് ഈ സ്പേസിലാണ് സ്ഥിരമായിട്ടുണ്ടാകുന്നത്. എന്തെങ്കിലും സംഭവിച്ചാൽ ഓടി വന്ന് എടുക്കുക, ഇറങ്ങുക. അതാണ് ഇവരിതിനോട് ഈ കുട്ടനാട്ടുകാരെ പോലെ യൂസ്ഡ് ആയിരിക്കുകയാണ് ആറന്മുളക്കാരും. ഇവരുടെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ പള്ളിയോട സംഘം മറ്റൊരു ഒരു കാര്യം കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ അവർക്ക് ആ കൊച്ചു വെള്ളത്തിലൊന്നും രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള വള്ളവും മറ്റും വന്നാൽ ഇങ്ങോട്ട് കുറച്ചധികം വീടുകളുണ്ട്. അവർക്ക് ഇവിടെ നിന്ന് പെട്ടെന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ജങ്കാർ പോലെ കുറച്ച് വീപ്പയൊക്കെ വെച്ചിട്ട് പണിത് ഇവിടെ വെച്ചിട്ടുണ്ട്. കാരണം വെള്ളം പൊങ്ങുന്നതനുസരിച്ച് ഇത് പൊങ്ങും. ഇപ്പം അപ്സ്റ്റെയറിലൊക്കെ വെള്ളം വന്നാൽ ഇവർക്ക് പെട്ടെന്ന് ഈ ജങ്കാർ ഇവിടെ ഒഴുകിപ്പോകാതെ കെട്ടിയിട്ടിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ളവർക്ക് ആളുകൾക്കറിയാം. ഈ ജങ്കാറിൽ കയറി നിന്ന് തുഴഞ്ഞ് അങ്ങോട്ടേക്ക് പോകാം. ജങ്കാറിൽ പങ്കായവും മുളയും ഒക്കെ വെച്ചിട്ടുണ്ട്. അത് ഇനി എത്ര വലിയ വെള്ളം വന്നാലും അത്യാവശ്യം വലിയൊരു മുളയാണ്. കണ്ടോ, അങ്ങനെ അത്യാവശ്യം നല്ല നീളത്തിലുള്ള മുളയാണ്. അതിൽ അങ്ങ് പോവാം. ഇവിടുന്ന് നമുക്ക് കാണാം. അപ്പുറത്തുനിന്ന് കുറച്ച് വീട്ടുകാർ അവർ പുറത്തേക്ക് വരികയാണെന്ന് തോന്നുന്നു. ഇപ്പം വെള്ളം പിന്നെ കുറയാത്തത് കൊണ്ട് ഒരുപക്ഷെ മാറുന്നതാണോ അതോ രാവിലെ പുറത്തേക്ക് പോകുന്നതാണോ എന്ന് അറിയില്ല. എന്തായാലും ഇങ്ങനെ ആളുകൾ ഇറങ്ങുകയാണ്. ഇങ്ങനെ നടന്നു വരാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന സമയത്ത് ഉപയോഗിക്കാനുള്ളതാണ് നമ്മളിപ്പോൾ കണ്ട വീട്ടിനുള്ളിലെ ചെറിയ കൊച്ചു വഞ്ചിയും ഈ കാണുന്ന ജങ്കാറുമൊക്കെ. ഇത് ആറന്മുളയിലെ ചുറ്റുപ്രദേശത്തുള്ള എല്ലായിടത്തും ഒരു സാധാരണഗതിയിൽ ഒരു വീട്ടിൽ ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലൊരു സ്കൂട്ടറും സൈക്കിളും കാറുമൊക്കെ ഉള്ളതുപോലെ കുട്ടനാട് നമുക്ക് കാണാം. മിക്ക വീടുകളിലും ചെറിയ കൊച്ചു വഞ്ചികളുണ്ട്. അങ്ങനെ ഒരു വഞ്ചി ഈ ഭാഗത്തെ വീടുകളിലേക്കും വന്നു. ചേച്ചി അങ്ങോട്ട് പോവാ? ഞങ്ങൾക്ക് അപ്പുറത്ത് പോകണം. അവിടെയൊക്കെ വെള്ളം എങ്ങനെയുണ്ട്? ഒന്നും അറിയത്തില്ല, ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. വെള്ളം കുറവുണ്ടോ? വലിയ കുറവൊന്നുമില്ല. കുറവില്ല. എങ്ങോട്ട് പോവാ? ഇന്നലത്തേലും വെള്ളം കുറവുണ്ട്. എങ്ങോട്ട് പോവാ? ഞങ്ങൾ ഒരു ടൂർ പോയായിരുന്നു. നാലമ്പല ദർശനത്തിനായിട്ട് പോയിട്ട് തിരികെ വരുന്ന വഴിക്ക് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തു, രാവിലെ പോന്നു. അതാണ് ഇവിടെ ക്ഷേത്രത്തിലേക്ക് വന്ന ആളുകളാണ്. അവർ ഇവിടെ ക്ഷേത്രത്തിൽ തൊഴുകയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതാണ് കാണുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ഈ ജങ്കാറിനെ കുറിച്ചും ഒപ്പം വള്ളത്തെ കുറിച്ചുമൊക്കെയാണ്. ഇത് കുട്ടനാട്ടുകാരെ പോലെ തന്നെ ആറന്മുളക്കാരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.